ഹായ് ഫ്രണ്ട്സ്, ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മത്സരത്തിൽ സീസൺ ഫൈനലിലെത്തി ജേതാവായ നമ്മുടെ അഖിൽമാരാണ് കുറിച്ച് നമ്മൾ ചാനൽ ചർച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വെറുത്തിട്ടുണ്ട്. അദ്ദേഹം എന്നൊക്കെയാണ് പറയുന്നത്, എല്ലാ വള്ളികളും പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ ഗ്രാഫ് തന്നെയാണ് മാറി. ഹേറ്റേഴ്സിനെ പല ഫാൻസാക്കിയ വ്യക്തിയാണ് അഖിൽമാരാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹം കോമഡിക്ക് കോമഡിയാണ്, കോമഡി ദേഷ്യപ്പെടുക അങ്ങനെ ഒരു ഇതാണ് മാരാറ്. കൂടുതലും കോമഡിയിലാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രഷർ ഇത്രയും ഫാൻസ് ആക്കിയത്. അദ്ദേഹം പ്രഷറെ കൈയടി നേടിയത്. അത് നല്ലൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലെയറാണ്. എങ്ങനെ ഗെയിം കളിക്കണം, എങ്ങനെയൊക്കെ ഓഡിയൻസിലേക്ക് ഇറങ്ങി ഓഡിയൻസിൻ്റെ പൾസ് എങ്ങനെ, അതെല്ലാം മനസ്സിലാക്കി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. ഹേറ്റേഴ്സിനെ തന്നെ ഫാൻസ് ആക്കിയ വ്യക്തിയാണ് അഖിൽ. മാരാർക്ക് നേരത്തെ നമുക്കറിയാലോ, മാരാർ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ മാരാർ എല്ലാവരും വെറുതെ ഒന്ന് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും ഒന്ന് ചീത്ത വിളിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, ഒരുപാട് പേര്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാറി. പിന്നെ അദ്ദേഹത്തിന് ഫാൻസ്, ഇപ്പം അദ്ദേഹം എവിടെ പോയാലും ഫാൻസുകാരാണ്. നല്ലതാട്ടെ. അദ്ദേഹത്തിൻ്റെ ഗെയിം ഒരു വേറെ ലെവൽ ഗെയിമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസിലെ ചരിത്രത്തിൽ തന്നെ നല്ലൊരു ഗെയിമറാണ് അദ്ദേഹം. കോമഡി, അതുപോലെ തന്നെ ഓഡിയൻസിന്റെ പൾസർ വെച്ച് കോമഡികൾ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒച്ചം വെച്ച് അല്ല മറ്റുള്ളവരോട് വർക്കിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കോമഡിയൊക്കെ ഇട്ട് ഇത് ചെയ്യണമല്ലോ. ഒരു കോമഡിയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഒരു എൻ്റർടൈൻമെൻറ്റ്, അപ്പോൾ അവർ ഒന്നും കൊള്ളാമല്ലോ. അങ്ങനെ ഒരു ഞാൻ കോമഡി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഞാൻ കോമഡി നന്നായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ആൾക്കാരിലേക്ക് എത്തും, ഇവൻ കൊള്ളാം. അല്ല എപ്പോഴും എല്ലാവരോടും ഭയങ്കര ദേഷ്യപ്പെട്ട എല്ലാ കണ്ടന്റിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല. ആരാരും പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കി പറയും. അദ്ദേഹം പുറത്തും അകത്തും അതുപോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അകത്തും. അല്ല ഫേക്കായിട്ടുള്ള പരിപാടിയൊന്നും പുള്ളിക്കില്ല. പുള്ളി ഇപ്പോഴും വിവാദങ്ങളിലെ നായകനാണ് അഖിൽമാരാർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ മാരാറെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറയാൻ പോകുന്നത്. അപ്പം മാരാറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.